ഹായ് ഹലോ. നമ്മൾ 2026 VFA കമ്പനി ബോർഡ് LGS ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു PYQ സീരീസ് നടത്തുന്നുണ്ട്. അതിൻ്റെ 7ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 5 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഓരോ സീരീസിലും ചെയ്യുന്നുണ്ട്. 20 PYQs ആണ്. 81 തൊട്ട് 100 വരെയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യൻ കോഡ് ഇതാണ് 014/2023. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 81 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 10/1/3 പ്ലസ് 60 × 1/2. അപ്പോൾ 10/1/3 10ന് എന്ത് ചെയ്യുക, 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചെയ്യാമല്ലോ. അപ്പോൾ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഛേദത്തിലുള്ള ഡിനോമിനേറ്ററിലുള്ള നമ്പറിൻ്റെ റെസിപ്രോക്കൽ വിൽക്രമം കൊണ്ട് ഗുണിക്കും. നമ്മൾ അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാന്നുള്ള. അപ്പോൾ ഇവിടെ അംശം എന്ന് പറയുന്നത് 10 ആണ്. അംശം 10 10. ഛേദം എത്രയാണ്, 1/3 അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോഴത്തേനും 3/1 എന്ന് വരും. 3/1 ഇത് തമ്മിൽ എന്ത് ചെയ്യുക, ഗുണിക്കുക. 10 × 3 എത്ര എന്ന് വരും, 30 എന്ന് വരും. അപ്പോൾ ഇതെന്തായി, 30 30. അടുത്തത് എന്താണ്, 60 × 1/2. അപ്പോൾ ഈ 2ഉം ഈ 60 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും, 30 എന്ന് വരും. 30 × 1 30 എന്ന് കിട്ടി. 30 + 30 എന്ന് വരുന്നു. എത്രയാണ്, 30 + 30 എത്രയാണ്, 60. 81 ഓപ്ഷൻ എ എന്ന് കിട്ടും. വീഡിയോ പോസ് ചെയ്ത് ഓരോ പ്രാവശ്യം ചെയ്ത് നോക്കണം. അടുത്ത നമുക്ക് 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഒരു സംഖ്യാശ്രേണിയുടെ ക്വസ്റ്റ്യനാണ്. 1 3 7 13 21 എക്സെട്ര എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഡിഫറൻസ് എടുത്ത് നോക്കും. ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരുന്നു, 1 3. ആദ്യത്തെ ഡിഫറൻസ് എത്രയാണ്, 2 ആണ്. 1 3 2. അടുത്തത് 3 7 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 4 ആണ്. 7 13 6 ആണ്. 13 21 എത്രയാണ്, 8 ആണ്. 2 4 6 8 ഇതാണ് നമ്മുടെ ഡിഫറൻസ്. മുകളിലെ ഡിഫറൻസ് വരുന്ന ശ്രേണി എന്ന് പറയുന്നത് 2 4 6 8. അടുത്ത എത്രയായിരിക്കും, 10 കൂടണം. 21ൻ്റെ കൂടെ എത്ര കൂടണം, 10 കൂടണം. അപ്പോൾ എത്ര വരുന്നു, 21ൻ്റെ കൂടെ 10 കൂടുമ്പോൾ 31 എന്ന് വരും. ഓപ്ഷൻ സി, 82 ഓപ്ഷൻ സി. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. 82 ഓപ്ഷൻ സി എന്ന് കിട്ടി. അടുത്ത 83 നോക്കിയേ. 1 2 3 എക്സെട്ര ഇതല്ല 10 വരെയുള്ള 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ. 1 + 2 + 3 + എക്സെട്ര അപ് ടു 100 അല്ലേ. അപ്പോൾ 83 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഒരുപാട് കണ്ടതാണ്. എന്തായിരുന്നു ഇക്വേഷൻ, n × n + 1/2 ഇല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, n എത്രയാണ്, ഇവിടെ 100. 1 മുതൽ 100 വരെ 100 എണ്ണൽ സംഖ്യകൾ. അപ്പോൾ 100 × 100 + 1 101 വരും. 101/2 അല്ലേ. 100ഉം 101ഉം ഇൻറ്റു ചെയ്യണം. 100 × 101 എത്ര വരുന്നു, 101 എഴുതി, പിന്നെ 2 0. അതിൻ്റെ 2 കൊണ്ട് ഭാഗിക്കണം. അതായത് 10,100ൻ്റെ പകുതി എടുക്കണം. 10,000ൻ്റെ പകുതി എത്രയാണ്, 5000 ആണ് അല്ലേ. പിന്നെ 100ൻ്റെ പകുതി 50 എന്ന് വരും. 5050 എന്ന് കിട്ടും. ഓക്കെ, 83 ഓപ്ഷൻ ബി എന്ന് കിട്ടി, 5050. ഓക്കെ ആണല്ലോ. അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 84 49 × 9 ÷ 9 + 3. ഇപ്പോൾ ബോർഡ് മാസ് ആണ്. ആദ്യം നമ്മൾ 9ഉം 9ഉം ഡിവൈഡ് ചെയ്യും. എത്ര കിട്ടും, 1 എന്ന് കിട്ടി. 49 × 1 + 3 എന്നായി. 49 × 1 + 3. 49 × 1 49 ആണ്. 49ഉം 3ഉം കൂട്ടിയാൽ 52 എന്ന് കിട്ടും. ഓപ്ഷൻ സി. പെട്ടെന്ന് ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. പ്രാക്ടീസ് ആവും തോറും നമുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. ഓക്കെ, അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ. 3025ൽ 100ൻ്റെ സ്ഥാനത്തെ അക്കം ഏതാണ്. 100ൻ്റെ സ്ഥാനത്തെ അക്കം 5 ആണ്. ഒറ്റയുടെ സ്ഥാനത്ത് 2 10ൻ്റെ സ്ഥാനത്ത് 1 100ൻ്റെ സ്ഥാനത്ത്. ഏതാണ്, ഓപ്ഷൻ ബി 1 എന്ന് കിട്ടി. 85 ഓപ്ഷൻ ബി. അടുത്തത് 86 നോക്കിയേ. 12 ആളുകൾ ചേർന്ന് ഒരു ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. 12 ആളുകൾ 15 ദിവസം. എന്നാൽ അതേ ജോലി 10 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും. 12 ആളുകൾക്ക് 15 ദിവസം. അങ്ങനെയാണെങ്കിൽ 10 ആളുകൾക്ക് എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കാൻ 10 കൊണ്ട് അതിനെ ഭാഗിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, 15ഉം 10ഉം ഭാഗിച്ചാൽ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എത്ര വരും, ഇവിടെ 3 എന്ന് കിട്ടും. ഇവിടെ 3 കിട്ടി, ഇവിടെ 2 കിട്ടി അല്ലേ. ഇനി 2ഉം 12ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്ര കിട്ടും, 6 എന്ന് കിട്ടും. 6 × 3 എത്രയെന്ന് കിട്ടി, 18 എന്ന് കിട്ടി. 86 ഓപ്ഷൻ എ. ഈ ക്യാൻസൽ ചെയ്യുന്നത് ഫാസ്റ്റ് ആയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുവേ. ഓക്കെ, 86 ഓപ്ഷൻ എ 18 എന്ന് കിട്ടി. അടുത്തത് 87. 2/10ൻ്റെ പകുതി എത്ര. 2/100ൻ്റെ പകുതി എത്ര. 2100. 2/100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2/100നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വെറുതെ 2 എന്ന് എഴുതിയാൽ എനിക്ക്
2⁻1 എന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ സീരീസിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ്. ഇതാണ് ഇക്വേഷൻ, ഇപ്പോഴേ പഠിക്കുക. x⁻m ഡിവൈഡഡ് ബൈ x⁻n. ഈ ഫോമിലല്ലേ ഇപ്പം നമ്മുടെ ഇത് കിടക്കുന്നത് അല്ലേ? x⁻m ഡിവൈഡഡ് ബൈ x⁻n ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എന്ത് വരും? ഈക്വൽ ടുവിന് അപ്പുറം എന്ത് വരണം? x⁻m മൈനസ് n. അതായത് ഇവിടെ എക്സിന് പകരം 2 ആണ്, അപ്പോൾ 2⁻m പകരം 100ഉം n പകരം 1. 100 - 1 2⁻100 ദാറ്റ് ഈസ് 2⁻99 ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ ബി എന്ന് കിട്ടി. മനസ്സിലായോ? ഈ ഇക്വേഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ പഠിച്ചാൽ അതുപോലെയാണ് തിരിക്കുന്നത്. താഴെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് ബോധം വേണം. എന്നാൽ കുറച്ച് ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? പകുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അതായത് വെറുതെ ഉള്ള 2നെ 2⁻1 എന്ന് എഴുതണമെന്ന് നമുക്ക് ഓർമ്മ വരണം. അത് നമ്മൾ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആകുമ്പോൾ അതൊക്കെ വന്നോളും. ഓക്കെ, അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ. -5 -7 + 2. ആദ്യം നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ചെയ്യൂലേ? ഓക്കെ, ബ്രാക്കറ്റിനുള്ളിൽ എങ്ങനെയാണ് കിടക്കുന്നത്? -7 + 2 -7 + 2. -7 + 2 എത്രയാണ്? ഒരാൾ മൈനസ് ഒരാൾ പ്ലസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം. 7ന്ന് 2 കുറച്ച് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 5ൻ്റെ സൈൻ എന്ത് കൊടുക്കും? മൈനസ് കൊടുക്കും. മൈനസ് കൊടുത്തു. അപ്പോൾ എന്താണ്? -5 - അതുപോലെ ഇട്ടു. ഈ തന്നിരിക്കുന്നതാണ് അതുപോലെ എഴുതിയത്. ഓക്കെ, -5 ബ്രാക്കറ്റിനുള്ളിലുള്ളത് -5 എന്ന് കിട്ടി. ഇപ്പം നോക്കിയേ, 2 മൈനസ് അടുത്തടുത്ത് വന്നിരിക്കുകയല്ലേ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇങ്ങനെ ഒരു മൈനസ് ഉണ്ട്. 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ അതെന്താകും? പ്ലസ് ആകും. അത് പ്ലസ് ആക്കി എഴുതി. ദാറ്റ് ഈസ് -5 + 5 എന്ന് കിട്ടി ഇല്ലേ? -5 + 5 എന്താണ്? 0 ആണ്. അതെങ്ങനെ 0 വന്നെന്ന് ചിലപ്പോൾ ഡൗട്ട് തോന്നാം. ഞാൻ 2 + 3 എഴുതിയാലും 3 + 2 എഴുതിയാലും എന്താണ് ആൻസർ? 5 തന്നെയാണ് ആൻസർ. മാറ്റി തിരിച്ചു എഴുതാമല്ലോ. അപ്പോൾ ഞാൻ ഈ -5 + 5 എന്നുള്ളതിൽ ആദ്യം ഈ +5 എഴുതുന്നു. +5 എഴുതി. ഇനി ഈ -5 എഴുതുന്നു. ആ -5 രണ്ടാമതും എഴുതി. 5 - 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0. അങ്ങനെയാണ് അവിടെ 0 വന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, 88 ഓപ്ഷൻ എ 0 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും വീതി 8 സെൻറ്റിമീറ്ററുമായാൽ വിസ്തീർണം എത്ര? നീളവും തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട്. വിസ്തീർണം കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യും? രണ്ടും തമ്മിൽ നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ പോരെ? വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കുക, നീളവും വീതിയും ഗുണിക്കുക. 10 × 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 80. 89 ഓപ്ഷൻ എ. 89 ഓപ്ഷൻ എ എന്ന് കിട്ടി. അടുത്തത് 90ാമത്തെ ക്വസ്റ്റ്യൻ. 8.02ൻ്റെ പകുതി എത്ര? പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 8.02നെ 2 കൊണ്ട് ഭാഗിക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഭാഗിച്ച് നോക്കാം, അല്ലെങ്കിൽ ചെയ്യാതെ തന്നെ നമുക്കറിയാം. 8ൻ്റെ പകുതി എത്രയാണ്? 4. 0.02ൻ്റെ പകുതി 0.01 ആയിരിക്കും. 4.01 എന്ന് കിട്ടും. അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. നമുക്ക് മുകളിൽ പോയിൻ്റ് ഉണ്ട്, 2 നമ്പേഴ്സ്, താഴെ പോയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ 2 നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് 2 0 വരുന്ന നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ, അപ്പോൾ മുകളിൽ എന്താവും? ആ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 802 എന്ന് കിട്ടും. പോയിന്റ് മാറി. താഴെ എന്ത് ചെയ്യുക? അത്രയും 0 നമ്മൾ താഴെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 802നെ 200 കൊണ്ട് ഭാഗിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 802ൻ്റെ പകുതി എന്ന് പറയുന്നത് 401 ആണ് അല്ലേ? 401 ഭാഗം 200ൻ്റെ പകുതി എത്രയാണ്? 100. 401 ഭാഗം 100 എന്ന് കിട്ടി. ഇപ്പം നമുക്കറിയാമല്ലോ, 2 0 വരുന്ന നമ്പർ കൊണ്ട് ഭാഗിക്കാൻ വന്നാൽ നമ്മൾ അത്രയും സ്ഥാനം വലത് സൈഡിൽ നിന്ന് മാറ്റി പോയിന്റ് കൊടുക്കും. അപ്പോൾ 4.01 എന്ന് കിട്ടും. ഓക്കെ, ഈ ഫ്രാക്ഷൻ കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ദശാംശ സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയത്തില്ല എന്നുള്ളവർ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാം. ഓക്കെ, അടുത്ത 91ാമത്തെ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യാനാണ്? ദശാംശ സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതിലാദ്യം കൂട്ടാനുള്ളതെല്ലാം നമ്മൾ ഇതിൽ പ്ലസ് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കണം. അതായത് 835.6, 2.25 ഇത് രണ്ടുമാണ് കൂട്ടാനുള്ള നമ്പേഴ്സ്. മൈനസ് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? -101.9 -173.4. ചെയ്യാനുള്ളത് പ്ലസ് വന്നിരിക്കുന്ന നമ്പേഴ്സ് ആദ്യമേ അങ്ങ് കൂട്ടുക. 835.6ഉം ബാക്കിയുള്ള 2.25 കൂടെ ആദ്യമേ കൂട്ടി വയ്ക്കാം. പോയിന്റ് എല്ലാം ഒരേ ഓർഡറിന് വരുന്നു. അങ്ങനെ എഴുതി. ഇനി നമുക്ക് കൂട്ടാമല്ലോ. 5, 6ഉം 2ഉം 8, പോയിന്റ് 5ഉം 2ഉം 7, 83. 837.85 നീട്ടി കൂട്ടാനുള്ളത് കഴിഞ്ഞു. ഇനി കുറയ്ക്കാനുള്ള മൈനസ് വരുന്ന നമ്പേഴ്സ് ഇല്ലേ? ആ മൈനസ് അതുപോലെ അവിടെ മാറ്റിയിട്ടിട്ട്
നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കാനുള്ള നമ്പേഴ്സ് തമ്മിൽ അങ്ങ് കൂട്ടുക. അപ്പോൾ എന്ത് വരുന്നു, 101.9 പ്ലസ് 173.41 ഇവർ തമ്മിൽ കൂട്ടാം. 1 9 4 എന്ത് വരും, 13. 1 പോയിൻ്റ് അതുപോലെ ഇട്ടു, 3 2 5 വരും, ഇവിടെ 7 വരും, ഇവിടെ 2. 275.31. ഇവിടെ മൈനസ് ഇല്ലേ, രണ്ടുപേരുടെയും കൂടെ മൈനസ് കോമൺ ആയിട്ടുള്ള മൈനസ് ഇല്ലേ, അതും നമുക്കുണ്ട്. അപ്പോൾ 837.85 നിന്ന് 275.31 കുറയ്ക്കാനാണ്. 275.31 കുറയ്ക്കണം. കുറയ്ക്കാമല്ലോ. 5 1 കുറച്ചാൽ എത്ര കിട്ടുന്നു, 4. 8 3 കുറച്ചാൽ എത്ര കിട്ടുന്നു, 8 3 കുറച്ചാൽ 5 കിട്ടും. 7 5 കുറച്ചാൽ 2. അടുത്തത് 13 നിന്ന് 7 കുറയ്ക്കണം, എന്ത് കിട്ടുന്നു, 6 കിട്ടും. അടുത്തത് 7 2 കുറച്ചു 5, 562.54 ഓപ്ഷൻ ഡി. 91 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അടുത്തത് 93ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ. ദശാംശ സംഖ്യകൾ ഭാഗിക്കാൻ വന്നിട്ടുണ്ട്, കൂട്ടാനും കുറയ്ക്കാനും വന്നിട്ടുണ്ട്, ഇൻറ്റു ചെയ്യാനും വന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് കാര്യം പഠിക്കാതെ വിടരുത്, പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുക, ദശാംശ സംഖ്യകൾ ഇൻറ്റു ചെയ്യാൻ വന്നാൽ ആദ്യം നമ്പേഴ്സ് മാറ്റിയിട്ട് അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. 32നെയും 1നെയും ഗുണിക്കാനാണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും, 32 എന്ന് വരും. 32 എഴുതി. ഇനി നമുക്ക് പോയിന്റ് കൊടുക്കണം. ആദ്യത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്, 3 2 നമ്പേഴ്സ്. അടുത്ത നമ്പറിലും പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ്. അപ്പോൾ മൊത്തത്തിൽ റൈറ്റ് സൈഡിൽ നമ്മൾ 4 നമ്പേഴ്സ് മാറ്റി പോയിന്റ് കൊടുക്കണം. 1 2 പിന്നെ ഒരു 0 ഇട്ട് 3, അടുത്തത് 4. ഇനി പോയിന്റ് കൊടുക്കാം. 0.0032 എന്ന് വരും, ഓപ്ഷൻ ഡി. മനസ്സിലായോ? ഓക്കെ, വെരി ബേസിക് ആയതുകൊണ്ടാണ് സ്പീഡിന് പറഞ്ഞു പോകുന്നത്. അറിഞ്ഞിടത്തുള്ളവർ കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാം. അടുത്ത 93ാമത്തെ ക്വസ്റ്റ്യൻ. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. 5 വർഷത്തിന് മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടിയായിരുന്നു. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ ആരൊക്കെയാണുള്ളത്, അച്ഛനുണ്ട്, മകനുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ്, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. മകൻ്റെ വയസ്സ് ഞാൻ എക്സ് എന്ന് എടുത്താൽ അച്ഛൻ്റെ വയസ്സ് 3 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 3x ആയിരിക്കും. രണ്ടുപേരുടെയും പ്രസൻറ്റ് ഏജ് ഇപ്പോഴത്തെ വയസ്സ് കിട്ടി, അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 5 വർഷത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സ് 5 കുറയൂലേ. ഇപ്പോൾ അവരുടെ വയസ്സ് 10 ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 5 കുറഞ്ഞിട്ടായിരിക്കും, 5 ആയിരിക്കും 5 വർഷം മുന്നേ ഉള്ള വയസ്സ്. അപ്പം ഞാൻ എഴുതുന്നു 5 വർഷം മുന്നേ ഉള്ള വയസ്സാണേ. അപ്പോൾ രണ്ടുപേർക്കും 5 വീതം കുറയും. അപ്പോൾ അതെന്താവും, x-5 എന്നും ഇത് 3x-5 എന്നുമായിട്ട് കുറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ 5 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 ഇരട്ടി. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. അച്ഛൻ്റെ വയസ്സ് 3x-5 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നത് ആ സമയത്തെ മകൻ്റെ വയസ്സ് x-5ൻ്റെ 4 ഇരട്ടി, ദാറ്റ് ഈസ് 4 × x-5. മനസ്സിലായോ? ഈ ഇക്വേഷൻ സോൾവ് ചെയ്താണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4 × x-5 എന്ത് വരുന്നു, 4 × x-5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്. 4 × x 4x മൈനസ് 4 × 5 എന്ത് വരുന്നു, 20. 4x - 20 കിട്ടി. 3x - 5 നമ്മൾ എന്ത് എഴുതിയത്, എഴുതിയത്. ഇനി എന്ത് ചെയ്യാം, 4x വലുതും 3x ചെറുതുമാണ്. അപ്പോൾ 3xനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താവും, 4x - 3x എന്നും -20 അപ്പുറത്ത് പോകും. അപ്പോൾ അതെന്താവും, -20 അപ്പുറത്ത് പോകുമ്പോൾ അത് +20 ആവും. +20 മൈനസ് ഇവിടെ ഒരു 5 ഉണ്ടായിരുന്നു, അതെടുത്ത് എഴുതി. 20 - 5 എഴുതി. ഓക്കെ, 20 - 5 എത്രയാണ്, 15. 15 = 4x - 3x ആണ്. 4x - 3x എന്താവും, 1x എന്നായി അല്ലേ. അപ്പോൾ x = 15 എന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്, അതല്ലേ x. അപ്പോൾ x 15 എന്ന് കിട്ടിയില്ലേ. 93 ഓപ്ഷൻ എ എന്ന് കിട്ടും, 15. ഓക്കെ, വയസ്സിൻ്റെ കണക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിക്കാം. ഇങ്ങനെ വരച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കോളം വരച്ചൊക്കെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 94. 12, 16, 18 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. നമ്മുടെ സീരീസിൽ സ്ഥിരം ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് LCM അല്ലേ. നമുക്ക് LCM കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, 12, 16, 18 ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, സെയിം നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 6, 8, 18 എത്രയാവും, 9 ആവും. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 ഇവിടെ 2, ഇവിടെ 8 തന്നെയാണ്, ഇവിടെ 3 എന്ന് വരും. ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, 2 കൊണ്ട് ചെയ്യാം. 1, 4, 3.
ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് ഈ പറഞ്ഞ LCM കണ്ടുപിടിക്കാനായതുകൊണ്ട് ഈ പറഞ്ഞ നമ്പേഴ്സ് എല്ലാം കൂടെ ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, 3 × 2 6 എന്ന് കിട്ടും. 6 × 2 12, 12 × 4 × 3 എത്രയാണ്? 4 × 3 12, 12 × 12 എന്ന് കിട്ടും. എത്രയാണ്? 12 × 12 144 അല്ലേ. 12ൻ്റെ സ്ക്വയർ 144. ഓക്കെ. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം 12 സെന്റിമീറ്ററും ഒരു വശത്തിന്റെ നീളം 12 സെന്റിമീറ്ററും അതിന്റെ എതിർ മൂലയിൽ നിന്ന് ആ വശത്തിലേക്കുള്ള ലംബ ദൂരം, ഇതല്ലേ ആ വശത്തിലേക്കുള്ള ലംബ ദൂരം, ഈ വശത്തിന്റെ എതിർ മൂല എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, അതിലേക്കുള്ള ലംബ ദൂരം 90 ഡിഗ്രിയിലുള്ള ലംബ ദൂരം എന്ന് പറയുന്നത് 15. അങ്ങനെയാണെങ്കിൽ വിസ്തീർണം എത്ര? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ പടം ഇങ്ങനെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബേസ്, പാദം. എത്രയാണ് പാദം? എത്രയാണ്? 12. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ്, ഉയരം. അത് 15 എന്നും തന്നിട്ടുണ്ട് ഇല്ലേ. ഇനി 2ഉം 12ഉം ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 15 × 6 എന്ന് വരും. 15 × 3 എത്രയാണ്? 45 ഇൻറ്റു 2 വരും. എത്രയാണ്? 90 എന്ന് കിട്ടും. 95 ഓപ്ഷൻ എ എന്ന് കിട്ടി. 95 ഓപ്ഷൻ എ 90. അടുത്ത 96ാമത്തെ ക്വസ്റ്റ്യൻ. 700ന്റെ 20% എത്രയാണ്? 700ന്റെ 20%, ശതമാനം ആയതുകൊണ്ട് 100 കൊണ്ട് ഭാഗിക്കാം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 2 0 ക്യാൻസൽ ചെയ്തു. 7 × 20 എന്ന് കിട്ടും. 7 × 20 എത്രയാണ്? 140. 96 ബി, 96 ഓപ്ഷൻ ബി 140. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എഴുതാതെയും ചെയ്യാം. 700ന്റെ 10% എത്രയാണ്? 70. അപ്പോൾ 20% ആകുമ്പോൾ 70 140, അങ്ങനെയും ചെയ്യാം. അടുത്ത 97ാമത്തെ ക്വസ്റ്റ്യൻ. A:B 2:3 ആണ്. A:B എന്ന് പറഞ്ഞാൽ A, B, C യും ഉണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ C യും എഴുതി. A:B 2:3, എക്കും ബിക്കും താഴെ 2 എന്നും 3 എന്നും എഴുതി. ഇനി അടുത്തത് B:C, അത് താഴെ എഴുതി. B:C എത്രയാണ്? 4:5, 4ഉം 5, അതും അടുത്ത ലൈനിൽ എഴുതി. അടുത്ത് തന്നിരിക്കുന്ന റേഷ്യോ എഴുതി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ A:B:C എത്ര? ഇത് 3 കൂടെ ഒരുമിച്ച് വരുന്നത് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഈ 3നെ റൈറ്റ് സൈഡിലോട്ടും, ഇവിടെ 3ആയി. ഈ 4നെ ലെഫ്റ്റ് സൈഡിലോട്ട്, ഇല്ലാത്ത ആ സൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റി എഴുതുന്നു. ഇനി നമ്പേഴ്സ് എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യാം. 4 × 2 8, 4 × 3 12, 5 × 3 15. ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. 8:12:15 എന്നാവും. ഓപ്ഷൻ ബി 97 ഓപ്ഷൻ ബി എന്ന് കിട്ടി. 97 ഓപ്ഷൻ ബി. അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 25%, ഒരു സംഖ്യ എക്സ്, അതിൻ്റെ 25%, 25% എന്ന് പറഞ്ഞാൽ 25/100. അതും പിന്നെ 35%, ആ സംഖ്യയുടെ തന്നെ 35%, എക്സിൻ്റെ തന്നെ 35%വും തമ്മിലുള്ള വ്യത്യാസം. 35% എഴുതി, എക്സിൻ്റെ 25% എഴുതി, എക്സിൻ്റെ 35% എഴുതി. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 250 ആണ്. അങ്ങനെയാണെങ്കിൽ കാണുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നും ഇല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ള ആൾക്കാരെ പുറത്തെടുക്കാം. ഒരു എക്സ് ഉണ്ട്, ഭാഗം 100 ഉണ്ട്. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഭാഗം 100 ഉണ്ട്. 2 ഞാൻ പുറത്തെടുക്കുന്നല്ലോ രണ്ടിടത്തു നിന്നും. അപ്പം എക്സ് ഭാഗം 100 രണ്ടിടത്തു നിന്നും പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു 25 മൈനസ് അടുത്തത് ഒരു 35 ഉണ്ട്. വ്യത്യാസമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏതാണ് വലുത് എന്നങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. = 250. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? സംഖ്യ ഏത്? എക്സ് കണ്ടുപിടിക്കണം. 25 മൈനസ് 35 എത്ര വരുന്നു? അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം എത്ര വരുന്നു? 10 ആണ്. അതായത് എക്സ് ഇൻറ്റു 10/100. വ്യത്യാസം ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് മൈനസ് എടുക്കാത്തത്. = 250. ഓക്കെ. 2 0 ക്യാൻസൽ ചെയ്തു. ഇനി എക്സ് ഭാഗം 10 ആണുള്ളത്. 10 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. 250 × 10 എന്ന് കിട്ടും. 250 × 10 എത്രയാണ്? 2500. 98 ഓപ്ഷൻ സി 2500. ഓക്കെ അല്ലേ? സ്പീഡായിട്ടില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. അടുത്ത 99ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡിവിഷൻ എന്നത് പ്ലസ് എന്നും മൈനസ് എന്നത് ഡിവിഷൻ എന്നും ഇൻറ്റു എന്നത് മൈനസ് എന്നും പ്ലസ് എന്നത് ഇൻറ്റു എന്നും പ്രസ്താവിച്ചാൽ തന്നിരിക്കുന്നത്. ഇത് നോക്കിയേ, കുറച്ചെങ്കിലും ഇതിൽ കുറച്ച് ലെവൽ കൂട്ടി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്.
50 മൈനസ് 5 മൈനസ് എന്താവുന്നു? ഡിവിഷൻ ആവുന്നു. 50 ഡിവൈഡഡ് ബൈ 5 ബ്രാക്കറ്റിനുള്ളിൽ അത് എഴുതി. ഇനി ഡിവിഷൻ എന്താവും? പ്ലസ് ആവും. പ്ലസ് 30 ഇൻറ്റു എന്താവുന്നു? മൈനസ് ആവുന്നു. -4. ഓക്കെ, സൈൻ മാറ്റിയിട്ടു എഴുതി. ഇനി 4 + 4 × 4 പ്ലസ് എന്താവുന്നു? ഇൻറ്റു ആവും. അപ്പോൾ 4 × 4 ഇൻറ്റു എന്താവുന്നു? മൈനസ് ആവുന്നു. -4 ഡിവിഷൻ എന്താവുന്നു? പ്ലസ് ആവുന്നു. +2 പ്ലസ് എന്താകുന്നു? ഇൻറ്റു ആവുന്നു. ഇൻറ്റു 12. ഞാൻ സൈൻ മാറ്റിയിട്ട് എഴുതി, സ്വന്തമായിട്ട് എഴുതി നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ആദ്യം നമ്മൾ 50 ഡിവൈഡഡ് ബൈ 5 എത്രയാണത്? 10 ആണ്. 10 അപ്പോൾ അതെഴുതി 10 പ്ലസ് 30 മൈനസ് 4 എന്നാണ് അല്ലേ? ഭാഗം ഇവിടെ നോക്ക്, 4 × 4 16. 16 മൈനസ് 4 2 × 12 24. ഇനി ചെയ്യാമല്ലോ. 30-ന്ന് 4 കുറച്ച് എന്ത് കിട്ടും? 30-ന്ന് 4 കുറച്ച് 26. 26ൻ്റെ കൂടെ 10 കൂട്ടിയാൽ എത്ര കിട്ടും? 36. 36 ഭാഗം 16-ന്ന് 4 കുറച്ച് എത്ര കിട്ടും? 12 അല്ലേ? 16-ന്ന് 4 കുറച്ചാൽ 12. 12 24 കൂട്ടിയാൽ 36. 36 ഭാഗം 36 എത്ര കിട്ടുന്നു? 1 കിട്ടും. ഓപ്ഷൻ സി, 99 ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ. 169, 225, 287, 361. ഇതിൽ ചേരാത്തത് എടുത്തത്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്, ഇതെല്ലാം സ്ക്വയേഴ്സ് ആണ്. 169 13ൻ്റെ സ്ക്വയർ ആണ്. 225 15ൻ്റെ സ്ക്വയർ ആണ്. 287 അല്ല, 289 ആണ് 17ൻ്റെ സ്ക്വയർ. 361 എന്ന് പറയുന്നത് 19ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? 100. ഓപ്ഷൻ ബി 287. അതുകൊണ്ടാണ് സ്ക്വയർ പഠിക്കാൻ പറഞ്ഞത്. നമുക്ക് നമ്പേഴ്സ് വായിക്കുമ്പോൾ തന്നെ 169 225 കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സ്ക്വയർ ആണ്. സ്ക്വയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? സ്ക്വയേഴ്സ് പഠിക്കുക. പറഞ്ഞിട്ടുണ്ട് ക്യൂബും പഠിക്കുക. 10 വരെയുള്ള ക്യൂബും 30 വരെയുള്ള സ്ക്വയറും മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സ്പീഡ് കൂടിയിട്ടില്ല. ക്വസ്റ്റ്യൻ ശരിക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എങ്ങനെ നമുക്ക് ക്യാൻസലൊക്കെ ചെയ്ത് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.